കിബി മസാല ബോണ്ട് കേസിൽ ഇഡിയുടെ ചോദ്യം ചെയ്യലിന് മുൻ ധനമന്ത്രി ഡോക്ടർ ടി.എം. തോമസ് ഐസക് ഇന്ന് ഹാജരാകില്ല. വെള്ളിയാഴ്ച വരെ തുടർ നടപടികൾ പാടില്ല എന്ന് ഇഡിയോട് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുമുണ്ട്. അശ്വിൻ പാലാഴി കൊച്ചിയിൽ നിന്ന്. ഗുഡ് മോർണിംഗ് അശ്വിൻ പാലാഴി, പറയൂ വിവരങ്ങൾ. എസ്.കെ.എൻ. ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസമാണ് ഇ.ഡി. തോമസ് ഐസക്കിന് നോട്ടീസ് നൽകിയത്. അത് ഏപ്രിൽ 2-ാം തീയതി, അതായത് ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടായിരുന്നു നോട്ടീസ്. അതിൽ ഇ.ഡി. ചൂണ്ടിക്കാണിക്കുന്നത് ഈ മസാല ബോണ്ട് കേസിലെ ഫെമ ലംഘനമാണ്. അതിൽ വിശദമായ ചോദ്യം ചെയ്യൽ ആവശ്യമുണ്ട്. ഒപ്പം ഇതിലെ നിയമസാധുത പരിശോധിക്കാൻ തോമസ് ഐസക്കിനെ വിശദമായി തന്നെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതായിരുന്നു ഇ.ഡിയുടെ ആവശ്യം. അതിൻ്റെ പുറത്താണ് ഇന്ന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയത്. എന്തായാലും ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ കഴിയില്ല എന്നുള്ളതാണ് ഇ.ഡിയെ തോമസ് ഐസക് അറിയിച്ചിരിക്കുന്നത്. ഒപ്പം കഴിഞ്ഞ ദിവസം ഈ കേസ് ഹൈക്കോടതി പരിഗണിച്ചപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഏപ്രിൽ 5 വരെ, അതായത് വരുന്ന വെള്ളിയാഴ്ച വരെ നടപടികളിലേക്ക് കടക്കരുത് എന്ന് ഇഡിയോട് നിർദ്ദേശം നൽകിയിരുന്നു. ഹൈക്കോടതി ജസ്റ്റിസ് ടി.ആർ. രവിയാണ് ഇത്തരത്തിലുള്ള നിർദ്ദേശം നൽകിയത്. തൽസ്ഥിതി തുടർന്നു പോകണമെന്നും നിർദ്ദേശമുണ്ടായിരുന്നു. എന്തായാലും അതുകൂടി പരിഗണിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ കോടതിയുടെ നിർദ്ദേശം കൂടി പരിഗണിച്ചാണ് എന്തായാലും ഇന്ന് ഹാജരാകാനാവില്ല എന്ന കോടതിയെ ഇഡിയെ തോമസ് ഐസക് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും കടുത്ത നടപടികളുമായി ഇഡി മുന്നോട്ട് പോകുന്നതിനിടെയാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ കഴിയില്ല എന്ന 8-ാമത്തെ നോട്ടീസിനും തോമസ് ഐസക് മറുപടി നൽകിയിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. നമുക്കൊപ്പം ചേർന്ന അശ്വിൻ പാലാഴിയാണ്. സാജിദ് കുമാർ ഒരു സംശയം പറഞ്ഞിരിക്കുന്നു. അതായത് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ അഥവാ ഭരണം കിട്ടിയാൽ തന്നെ 28 വ്യത്യസ്ത സ്വഭാവമുള്ള പാർട്ടിക്കാർക്ക് ഭരിക്കാൻ പറ്റുമോ? ആദ്യം തെരഞ്ഞെടുപ്പ് കഴിയട്ടെ, എന്നിട്ടല്ലേ ഇതിനെക്കുറിച്ച്